സർവകലാശാല ഭരണ പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ 3:30 രാജ്ഭവനിലാണ് നിർണായക കൂടിക്കാഴ്ച. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, സർക്കാർ ഇപ്പോൾ അനുനയ പാതയിലാണ്. യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം. എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച? അമൃത, വലിയ പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെ ഉണ്ടാവുകയും അതിൽ നിന്ന് സംസ്ഥാന സർക്കാർ കുറച്ച് പിന്നോട്ട് പോവുകയും ചെയ്തു. അതിന് പിന്നാലെ മോഹൻ കുന്നുമ്മലുമായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് രാജ്ഭവനിലെത്തി സർവകലാശാലയിലെത്തി ഏതാണ്ട് 1800ഓളം സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം ഒപ്പിടുന്നത്. അതൊരു അനുനയത്തിന്റെ സൂചനയായിരുന്നു. പക്ഷേ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാട് VC സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തർക്കം പൂർണ്ണതോതിൽ പരിഹരിച്ചിട്ടില്ല. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രാജ്ഭവനിലേക്ക് എത്തുന്നത്. ആദ്യം ഘട്ടത്തിൽ രാജേന്ദ്ര അർലേക്കർ ഗവർണറായി ചുമതല ഏറ്റെടുത്ത സമയത്ത് നല്ല ബന്ധമായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു. പക്ഷേ ഭാരതാംബ വിവാദം വന്നതിന് പിന്നാലെ ആ ബന്ധം വലിയ രീതിയിൽ ഉലച്ചിലേക്ക് എത്തിച്ചേർന്നു. അത് പക്ഷെ പരിഹരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായില്ല. സർവകലാശാല ഭരണം പ്രതിസന്ധിയിലായ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായിട്ട് VCയെ അനുനയിപ്പിച്ചത്. ഇപ്പോ ചാൻസലർ കൂടിയായ ഗവർണറെ നേരിട്ട് കണ്ട പ്രശ്നപരിഹാരത്തിന് വേണ്ടി വീണ്ടും ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് വേണം അനുമാനിക്കാൻ. നാളെ വൈകിട്ട് 3:30 രാജ്ഭവനിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം KTU ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള ചാൻസലർമാർ VCമാരുടെ ഒരു പട്ടിക സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അത് ഗവർണർ അംഗീകരിച്ചേക്കാം. സ്വകാര്യ സർവകലാശാല ബില്ല് ഗവർണർ ഒപ്പിട്ടിട്ടില്ല. അത് ഒപ്പിടുമോ എന്നുള്ള കാര്യവുമൊക്കെ നാളെ അറിയാൻ കഴിയും. അമൃത, ശരി. സേഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.